ഹലോ ഗായ്സ്, SKB ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഓണം റിലീസായ സിനിമകളായിരുന്നു ARM, കിഷ്കിന്ധാകാന്ഡം, കൊണ്ടൽ, ബാഡ് ബോയ്സ്. അപ്പോൾ ഈ സിനിമകളിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ജിതിൻ ലാൽ എന്ന ഡയറക്ടർ, നമ്മുടെ ARMന്റെ ഡയറക്ടർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. ഒരാള് ട്രെയിനിനകത്ത് ആണ് നമ്മുടെ ഒരു വീഡിയോ, സിനിമയുടെ പൈറേറ്റഡ് പ്രിന്റ് കാണുന്നു. അതായത് ARM എന്ന സിനിമയുടെ പൈറേറ്റഡ് പ്രിന്റ് ട്രെയിനിലിരുന്ന് കാണുന്നൊരു വീഡിയോ ആക്ച്വലി ആളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈറേറ്റഡ് സിനിമ പ്രിന്റ് ഇപ്പോൾ ഒന്നും തുടങ്ങിയ കാര്യമല്ല, വർഷങ്ങളായിട്ട് നമ്മുടെ നടക്കുന്ന ഒരു സംഭവമാണ്. തമിഴ് റോക്കേഴ്സിനും ഒക്കെ പറഞ്ഞ ഒരുപാട് സൈറ്റുകളും ഇപ്പൊ ടെലഗ്രാമിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആക്ച്വലി ഇതിനൊരു റെസ്ട്രിക്ഷനോ ബ്ലോക്കോ ഒന്നും കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, നമ്മുടെ സിസ്റ്റത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെയധികം ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് ആക്ച്വലി. പിന്നെ മറ്റൊരു കാര്യം, ഇത് കാണുന്നവർക്കെങ്കിലും അല്പം ബോധം വേണം. ഈ ഒരു സിനിമ എന്നുള്ളത് ഒരു പ്രൊഡക്റ്റ് ആണ്. അതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് പേരെ കഷ്ടപ്പാടുണ്ട്. നമ്മുടെ സാധാ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പോലെ തന്നെയാണ് സിനിമ എന്ന് പറയുന്നതും. ഒരുപാട് പിന്നാമ്പുറത്ത് ഒരുപാട് ആൾക്കാർ, ഡയറക്ടറോ നടന്മാരുടെയോ മാത്രം എഫേർട്ട് അല്ല, ഒരു കൂട്ടം ആളുകളുടെ ഒരു അധ്വാനമാണ്, അവരുടെ അന്നമാണ് അന്നമായിട്ട് ഇറങ്ങുന്നത് ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ റെസ്പെക്ട് ചെയ്യുക. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള സംഭവമൊക്കെ നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും, സിനിമ ഇഷ്ടപ്പെട്ടില്ല, അഭിപ്രായം കാര്യങ്ങളൊന്നും പറയുന്നതിനൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ ഇതുപോലെ പൈറേറ്റഡ് വീഡിയോ സിനിമ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് വളരെയധികം ഷെയിംഫുൾ ആയ ഒരു കാര്യം തന്നെയാണ്. അതിനെന്തായാലും ഞാൻ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ കൊണ്ടുവരാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ആൾക്കാർക്ക് കുറച്ച് ബോധമൊക്കെ വേണം. കാര്യം അത് ഇങ്ങനെ ഒരാളുടെ ഒരു വേർപ്പാണ്, ഒരാളുടെ ഒരു അന്നമാണ്, അതിന് ഇത്തിരി റെസ്പെക്ട് കൊടുക്കാം. അതായത് തിയേറ്ററിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് സിനിമ എന്ന് പറഞ്ഞാൽ. എസ്പെഷ്യലി ഇപ്പോൾ OTT വൈസ് വെബ് സീരീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വിസിലടിച്ച് കൈയടിച്ച് ചിരിച്ച് എൻജോയ് ചെയ്യാൻ, ഇത്രയും ക്രൗഡായിട്ട് എൻജോയ് ചെയ്യാൻ ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു 5-6 ഇഞ്ച് സ്ക്രീനിൽ, അതും പൈറേറ്റഡ്, അത് ഒരു എക്സ്പീരിയൻസോ, നമുക്കൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമയായിരുന്നു ARM എന്നുള്ള സിനിമ. അങ്ങനെ ഒരു സിനിമ ആക്ച്വലി ഈ ഒരു പൈറേറ്റഡ് വീഡിയോ ആയിട്ട് കാണുക എന്ന് പറയുന്നത് വളരെയധികം ഷെയ്ഫുൾ ആയ കാര്യമാണ്. ഇപ്പോൾ കണ്ട ആൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ വളരെയധികം ഒട്ടും ബോധമില്ലാത്ത ഒരു പരിപാടിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി സിനിമ ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ആണ്, എല്ലാവരുടെ ഒരാളുടെ പ്രൊഡക്റ്റ് ആണ്. അത് നമുക്ക് അവർ തരുന്നു. അപ്പോൾ അത് നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട എന്ന് വെച്ചാൽ പോരെ. ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആൾക്കാരുടെ വയറ്റത്ത് അടിച്ചിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യേണ്ട കാര്യമില്ല. വളരെയധികം മോശമായി പോയി. കാര്യം ഈ ജിതിൻ ലാൽ എന്നൊരു ഡയറക്ടർ, ഈ ARM എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം തന്നെ പറയാം. ആക്ച്വലി ഇതൊരു ഒരുപാട് വർഷത്തെ അധ്വാനമാണ് അദ്ദേഹത്തിന്റെ. ഒരു 10 ഇയേഴ്സിന്റെ ഒരു എഫേർട്ട് ഉണ്ടെന്നാണ് അദ്ദേഹം റീസെന്റ് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ട് കാര്യമായിരുന്നു. ആളുടെ ഫസ്റ്റ് സിനിമയാണ്, ഡയറക്ടോറിയൽ സിനിമയാണ്. അതുപോലെ നല്ല സ്ക്രിപ്റ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ള സുജിത് നമ്പ്യാരുടെ. അതേപോലെ ദിബു നൈനാൻ തോമസ് എന്നുള്ള മ്യൂസിക് ഡയറക്ടർ, എല്ലാവരുടെയും ഒരു ഗംഭീര എഫേർട്ട് വന്ന, ടൊവിനോ തോമസിന്റെ ട്രിപ്പിൾ റോൾ വരുന്ന, അങ്ങനെ ഒരുപാട് വലിയൊരു എഫേർട്ട് വരുന്ന സിനിമയായിരുന്നു. അതിന്റെയും പൈറേറ്റഡ് സീൻ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് സിനിമയാണ്. അതൊരു 3D സിനിമയാണ് ആക്ച്വലി. 2D കാണുന്നതുകൊണ്ട് പോലും എനിക്ക് യോജിപ്പില്ല, പക്ഷെ 3D എക്സ്പീരിയൻസ് എന്റെ സിനിമയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനിമ ആക്ച്വലി 2D അല്ല, തിയേറ്ററിലും അല്ല കാണുന്നത്. നിങ്ങൾ ഈ 6 ഇഞ്ചോ സ്ക്രീനിലൊക്കെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ അതിനൊരു ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ വേറൊരാളുടെ ഒരു റെസ്പെക്ട് കൊടുക്കാത്തൊരു പരിപാടിയാണ്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരാളുടെ ഒരു അധ്വാനത്തിന് ഒരു വില കൽപ്പിക്കാത്ത രീതിയിലൊന്നും ചെയ്യരുത്. ആക്ച്വലി ടെലഗ്രാമിലോ അല്ലെങ്കിൽ സൈറ്റുകളിലോ കിട്ടുന്ന ലിങ്കൊക്കെ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണരുത്. ഇറ്റ്സ് റിയലി ഷെയിംഫുൾ.